കൊണ്ടത് പറയിപ്പിച്ചത് ഞാനല്ല കേട്ടോ, അതവന് പറ്റിപ്പോയതാ. എടോ, ഞാനൊന്ന് ചോദിക്കട്ടെ, സാരംഗിനോട് എനിക്കിനി അടുക്കണമെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്താ? തന്നെ മറികടക്കണ്ടേ? അതെങ്ങനെ പറ്റും? മൈഥിലി എന്ന പെണ്ണിന്റെ ഉൾക്കരുത്തിനെ മറികടക്കാൻ എനിക്ക് പറ്റുമോ? മൈഥിലി എന്ന ഡോക്ടറുടെ കൈപുണ്യത്തെ മറികടക്കാൻ പറ്റുമോ? മൈഥിലി എന്ന് പറയുന്ന സ്നേഹമുള്ള വീട്ടമ്മയെ മറികടക്കാൻ പറ്റുമോ? തന്നിലെ അമ്മയെ മറികടക്കാൻ പറ്റുമോ? കമ്പയർ ചെയ്ത എനിക്കൊരു വട്ടപൂജ്യം പോലും കിട്ടില്ല. എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടത്തിനപ്പുറം ബഹുമാനോ. ആ തന്നെ തോൽപ്പിച്ചിട്ട് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാലും അത് വേണ്ടെന്ന് വെക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. എടോ, എല്ലാവരും പറയും ആദ്യ പ്രണയം ആരെ കൊണ്ടും മറക്കാൻ പറ്റില്ലെന്ന്. ശരിയാ, പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോ അത് ഓർമ്മയിലേക്ക് വരും എന്ന് കരുതി ഈ ലോകത്ത് പ്രണയിച്ചവരാരും ജീവിക്കുന്നില്ലേ? എടോ, കോളേജിൽ പഠിക്കുമ്പോ അവസാന ദിവസത്തെ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നല്ല ഉയരത്തിലേക്ക് കയ്യിലിരിക്കുന്ന പുസ്തകങ്ങൾ വലിച്ചെറിയുന്ന ഒരു ഏർപ്പാടില്ലേ? ഒരു പരിധിവരെ അത്രയുള്ളൂ ഒരു കോളേജ് പ്രണയത്തിന്റെ ആയുസ്. എപ്പോഴോ കയ്യിൽ നിന്നും ചിതറിത്തെറിച്ച കുറെ കടലാസുകൾ ചില പൊട്ടന്മാരത് വാരിക്കൂട്ടി വെച്ച് അത് മാത്രമാണ് ലോകമെന്ന് പറയും. എന്തായാലും എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല. എ ഫ്രണ്ട്, സാരംഗിനെ എനിക്ക് അങ്ങനെ ഇഷ്ടമാ, മറ്റൊരു രീതിയിലും ഇഷ്ടമല്ല. നടുകടലിൽ വീണ് കിടക്കുന്ന ഞാൻ ഒരു പൊങ്ങുതടി പോകുന്ന കണ്ടപ്പോ അതിൽ കയറി പിടിച്ചു. റിയലി സോറി. താൻ സോറി ഒന്നും പറയണ്ട. തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കാര്യമായിട്ട് റിയാക്ട് ചെയ്തേനെ. ഞാൻ ആത്മഹത്യയെ ശ്രമിച്ചത് എന്നെയും സാരംഗിനെയും ചേർത്ത് കഥയുണ്ടായി എന്നതുകൊണ്ടല്ല. രഞ്ജിത്ത് എന്നിൽ നിന്നും അകലുന്നു എന്നുള്ളതുകൊണ്ടാ. ഐ ലവ് ഹിം വെരി മച്ച്. ഉള്ളതുകൊണ്ട് തീറ്റിപ്പോറ്റാൻ അറിയാവുന്ന, ഒരുപാട് സ്വപ്നങ്ങൾ കാണിക്കാൻ അറിയാവുന്ന, മനസ്സിൽ സ്നേഹത്തിന്റെ ഒരു സാമ്രാജ്യം തന്നെ കൊണ്ടു നടക്കുന്ന ആ പാവ മനുഷ്യനെ എനിക്കൊത്തിരി ഒത്തിരി ഇഷ്ടാ. രഞ്ജിത്ത് എന്നെ വെറുത്തു പോയാ പിന്നെ അനാമിക ഇല്ലടോ, ഒട്ടുമില്ല. ഞാനീ പറഞ്ഞതൊക്കെ സത്യം. ഇത് മാത്രമാണ് സത്യം. അവള് സംസാരിച്ചോ? കുറച്ചൊന്നുമല്ല, ഒരുപാട് സംസാരിച്ചു. അകത്ത് കിടക്കുന്ന അവളല്ല രഞ്ജിത്ത് തെറ്റുകാരി. തെറ്റ് ചെയ്തത് നമ്മളാ. ഈ നേരം വരെ അവളെന്നെ വേറൊരു ലോകത്ത് കൊണ്ടുപോയി നിർത്തുമായിരുന്നു. അവളെക്കുറിച്ച് സംശയം തോന്നിയ എന്റെ മനസ്സിന് ഞാൻ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ ചോദിച്ചില്ലേ അവള്? രഞ്ജിത്ത്, ഇന്നലെ രാത്രി ഒരുപാട് സമയം അവളുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ തന്നോട് കള്ളോ പറഞ്ഞത്. എന്റെ മനസ്സിന് പ്രതീക്ഷയില്ലാഞ്ഞിട്ട് പോലും അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ തന്നോട് കള്ളമാണ് പറഞ്ഞത്. അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കൊന്നതിന്റെ ഉത്തരവാദിത്വമായിരിക്കും നമുക്ക് രണ്ടുപേർക്കും. മൈഥിലി, ഒരു ക്യാമ്പസ് പ്രണയത്തിന്റെ ആയുസ് അവളിൽ നിന്നൊക്കെ എന്നേ അവസാനിച്ചു പോയിരിക്കുന്നു. രഞ്ജിത്ത്, താൻ മാത്രമാണ് അവളുടെ ലോകം. തന്നിലൂടെ, തൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണുന്ന ഒരു സാധാരണ പെണ്ണാണ് അവള്. അവളുടെ മനസ്സിൽ സാരംഗിനെ കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ല. ഉള്ളതുകൊണ്ട് ജീവിക്കാൻ അറിയാവുന്ന, ഉള്ളു നിറയെ സ്വപ്നങ്ങൾ കാണിക്കുന്ന രഞ്ജിത്തിനെ കുറിച്ചാ അവൾക്ക് പറയാനുള്ളത് മുഴുവനും. താൻ അവളുടെ വാക്കുകൾ കേൾക്കാതായപ്പോഴാ അവൾ സ്വയം അങ്ങ് ഒടുങ്ങാൻ തീരുമാനിച്ചത്. ചെല്ലടോ, ചെന്ന് കാണാവളെ. കുറച്ചു നേരം അവളുടെ അടുത്തിരിക്ക്. അപ്പം തനിക്ക് മനസ്സിലാവും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന്. അവൾ
അവളുടെ പല വാക്കുകളും വിലമതിക്കാൻ പറ്റാത്തതാ. ചെല്ല് രഞ്ജിത്ത്. നഷ്ടങ്ങളിൽ നിൽക്കുന്നവളാ ഞാൻ. നഷ്ടത്തിന്റെ വേദന എനിക്ക് നന്നായിട്ടറിയാം. അവളെ താൻ നഷ്ടപ്പെടുത്തരുത്. അവളെ തനിക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാ. എന്നെ വിട്ടു പോകാൻ തോന്നിയല്ലേ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? സോറിയടോ. മൈഥിലിയോട് ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. എന്താ? ഞാൻ ജീവിക്കോ അതോ മരിച്ചു പോവോ? ഞാൻ ജീവിക്കണമെങ്കിൽ നീയും ജീവിക്കും. എത്ര തവണ ഞാൻ പറയാൻ ശ്രമിച്ചു. പറഞ്ഞത് നമ്മുടെ ഏതുകുട്ടനല്ലേ, ഇത്തിരിയില്ലാത്ത കുഞ്ഞല്ലേ. അതൊരു കളിവാക്കായി വിചാരിക്കായിരുന്നു. രഞ്ജിത്തിന്റെ കൂടെ ജീവിച്ചിട്ട് മറ്റൊരാളെ മോഹിക്കുന്ന പെണ്ണെന്ന് പറഞ്ഞ അതിനേക്കാൾ വൃത്തിയോട്ടൊരു പ്രവൃത്തി ഏതാ? അപ്പോ ഞാൻ ചെയ്തത് തന്നെ ശരി. ഞാനങ്ങ് തീർന്നു പോണായിരുന്നു. അപ്പോഴേ അറിയൂ വേദനിപ്പിച്ചതിന്റെ ആഴം എത്രയാണെന്ന്. മൈഥിലിയാണ് ഞാൻ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടതെന്ന് പറഞ്ഞു. മൈഥിലി വന്നില്ലായിരുന്നെങ്കിൽ എന്നെ നോക്കുമായിരുന്നോ? മാപ്പ് ചോദിച്ചാൽ തീരില്ല. പകരം ഞാൻ നിനക്കൊരു ജീവിതം വച്ചിട്ടുണ്ട്. ഒരു ജീവിതകാലം മുഴുവൻ ഒരു കളങ്കവുമില്ലാതെ നിന്നെ സ്നേഹിക്കാനുള്ള ജീവിതം. മൈഥിലിയുടെ മുമ്പിൽ കരഞ്ഞു എന്ന് പറഞ്ഞു? ഏയ്, നോണ പറയണ്ട. അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി ഉള്ളിന്ന് ഞാൻ പോയിട്ടില്ലെന്ന്. ഒരുപാട് കോംപ്ലക്സുകൾ വേട്ടയാടുക. മനസ്സിന്റെ സ്വസ്ഥതയൊക്കെ പോയത് അങ്ങനെയാ. അതിന് ഞാൻ കണ്ടൊരു വൃത്തികെട്ട മാർഗം. താൻ എന്നോട് ക്ഷമിക്കോ? ഞാൻ എന്തിനാ മരണത്തിൽ നിന്ന് തിരിച്ചു വന്നത്? എന്നെ എന്നാ ദൈവം കൂട്ടിക്കൊണ്ട് പോവാത്തത്? ഇങ്ങനൊരാളുണ്ട്, അയാൾക്ക് നിന്നെ വേണമെന്ന് അറിഞ്ഞുവിടെ ഇട്ടതല്ലേ. പിന്നെ ക്ഷമിക്കാതെ? I love you. Thank you. അവിടെ ഒന്ന് നിർത്തുവോ? അച്ഛനെന്താ നടന്ന്? വണ്ടി കാത്തു നിന്നിട്ട് കിട്ടിയില്ല, അപ്പൊ നടക്കാൻ തീരുമാനിച്ചു. അച്ഛൻ വന്ന് വണ്ടി കയറ്. വേണ്ട, ഞാൻ നടന്നോളാം. അതെന്താ അങ്ങനൊരു വാശി? എന്തു പറ്റി അച്ഛാ? എന്തോ കാര്യമുണ്ടല്ലോ. അല്ലാതെ ഇത്ര പെട്ടെന്നൊരു വരവ് വരില്ലല്ലോ. കാര്യം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നീയല്ലേ? സാരംഗ് അച്ഛനെ വിളിച്ചോ? ഇല്ല. പിന്നെ? എന്നെ സാരംഗിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പെൺകുട്ടികൾ വിവാഹം കഴിച്ച് അയച്ചാൽ അച്ഛന്മാരുടെ ജോലി ഇതൊക്കെയാണല്ലോ. അച്ഛനെ ഒന്നും അറിയിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നതാ. ഞാനൊന്നും അറിയണ്ടല്ലോ അല്ലേ? അപ്പൊ പിന്നെ എല്ലാം ആവുമല്ലോ. അച്ഛൻ വാ, നമുക്ക് വണ്ടിയിലിരുന്ന് സംസാരിക്കാം. സാരംഗിനോട് നീ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയണം. ഞാനോ? അവനൊരു തെറ്റും ചെയ്യില്ല. ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ പോലും എന്നോട് സംസാരിച്ച രീതി എന്താണെന്ന് അറിയാമോ നിനക്ക്? അവൻ തരുന്ന സ്നേഹം, ബഹുമാനം, അതൊന്നും നിനക്കറിയില്ല. എന്തോ ചെയ്ത് അവന്റെ മനസ്സില്ലാതാക്കിയിട്ടുണ്ട്. അല്ലാതെ പിന്നെ അച്ഛനപ്പോ ഞാൻ തെറ്റ് ചെയ്തു എന്നാണോ? ആയിരിക്കും. അച്ഛാ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താണെങ്കിൽ തന്നെ
സാരംഗത വിളിച്ച് പറയില്ലേ? അല്ലെങ്കിൽ തന്നെ ഞാൻ എന്ത് തെറ്റ് ചെയ്യാനാ? ഞാൻ വന്നത് സാരംഗിനെ എനിക്കൊന്ന് കാണണം. അവൻ്റെ വിഷമം എന്താണെന്ന് ചോദിക്കണം. ശരി, അച്ഛൻ എന്നെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ സാരംഗിനെ വിശ്വസിച്ചോളൂ. എനിക്ക് കുഴപ്പമില്ല. അച്ഛൻ ചോദിച്ചിട്ട് സാരംഗ് കാരണം പറയുവാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അച്ഛന് വിശ്വസനീയമായ ഒരു കാരണം സാരംഗ് പറയുവാണെങ്കിൽ അച്ഛൻ എന്നെ വെറുത്തോളൂ. പക്ഷെ അതിനു മുമ്പ് തള്ളിപ്പറയരുത്. ഞാനാകെ തകർന്ന് നിൽക്കണം. അച്ഛൻ കൂടി എന്നെ കൈവിട്ട ശരി, വണ്ടി കയറ്. ഒരു കാര്യം ഞാൻ പറയാം. സാരംഗിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കത് പൊറുക്കാൻ ബുദ്ധിമുട്ടാണ്. നിനക്കൊന്നും തോന്നണ്ട. സുമ, മക്കള് ഇന്ന് ഗിറ്റാർ ക്ലാസ് ഉണ്ട്, പോകാൻ റെഡിയാവുക. സാരംഗോ? വന്നപ്പോ ലേറ്റായി. സാർ എഴുന്നേറ്റിട്ടില്ല. അച്ഛന് ചായ എടുക്ക്. എനിക്ക് ചായ വേണ്ട. അച്ഛാ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. സുമേ, എന്താ മോളെ ഇവിടെ സംഭവിച്ചത്? അവര് തമ്മിൽ എന്താ പ്രശ്നം? എനിക്കറിയില്ല സർ. വീട്ടിൽ നിന്ന് വിളിക്കുമ്പോ ഞാൻ എപ്പോഴും പറയാറുള്ളത് സാറും മാഡവും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചാ. ഇങ്ങനെ സ്നേഹിക്കുന്ന രണ്ടുപേരെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വീടാകെ ചത്തതുപോലെയായി. കുട്ടികൾ പോലും ആരോടും ഒന്നും സംസാരിക്കുന്നില്ല. സാറ് രണ്ടാളോടും ഒന്ന് സംസാരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് നേരെയാക്കുമല്ലോ അല്ലേ? അല്ലാതെ പറ്റില്ലല്ലോ. അപ്പൂപ്പൻ എപ്പോഴാ വന്നേ? ആ, ഇപ്പൊ വന്നതേ ഉള്ളൂ മോളെ. മോളിങ് വാ. എല്ലാരും നല്ല വിഷമത്തിലല്ലേ? വിഷമിക്കണ്ട. അപ്പൂപ്പൻ അച്ഛനോട് സംസാരിക്കാം. അമ്മയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? അച്ഛനെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും? പിന്നെന്താ? ഇനി നിങ്ങളെന്തെങ്കിലും വഴക്ക് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛനും അമ്മയും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ മോളെ? മോൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് അപ്പൂപ്പനോട് പറയണം. അതൊക്കെ അപ്പൂപ്പൻ അച്ഛനോട് ചോദിച്ചാൽ മതി. എനിക്ക് ഇറങ്ങാൻ സമയമായി. ഞാൻ പോട്ടെ. തിടുക്കത്തിൽ ഓടി വന്നതുകൊണ്ട് മക്കൾക്കൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. അത് സാരല്ല. യദുക്കുട്ടൻ എന്തിയേ? അവൻ ചിലപ്പോ വൈകും. ഞാൻ പോട്ടെ. അപ്പൂപ്പ, വാ. എടാ മക്കളെ, മോനെ, എന്താ ഇത്? എന്തിനാ അപ്പൂപ്പന്റെ മോനെ ഇങ്ങനെ കരയുന്നേ? അപ്പൂപ്പ, എനിക്ക് പഴയ പോലെയുള്ള വീട് മതി. എല്ലാവരും ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്ന വീട് മതി. അമ്മ പാവോ, അമ്മ ഒരു തെറ്റും ചെയ്യില്ല. അച്ഛൻ വെറുതെ ആയിരുന്നു പറയുന്നതാ. അപ്പൂപ്പൻ അമ്മയും അച്ഛനായിട്ട് സംസാരിക്കാം. മോൻ ക്ലാസ്സിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും
എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ടാവും കേട്ടോ. ഞാൻ വന്നിട്ടില്ലേ അപ്പം പോവും. തീർച്ചയായും. എന്റെ മോൻ ചിരിച്ചു കണ്ടിട്ടല്ലാതെ അപ്പം പോവില്ല. സങ്കടപ്പെടണ്ട, മോൻ പോയിട്ട് വാ. അച്ഛാ, സാരംഗിനെ ഇപ്പൊ വിളിക്കട്ടെ? വേണ്ട, അയാൾ ഉറങ്ങട്ടെ. എനിക്ക് തിരക്കില്ല. മുമ്പത്തെ പോലെ ഓടി വന്ന് അതേ വേഗത്തിൽ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. ഒന്നും മുമ്പത്തെ പോലെ അല്ലല്ലോ. ഈ ഒരു ഇരിപ്പ് എന്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതല്ല. എടാ 25th എന്റെ ബർത്ത്ഡേയാ. ആ, അതെനിക്കറിയാവുന്ന കാര്യമല്ലേ. ഞാൻ കൃത്യമായിട്ട് വിഷ് ചെയ്തോളാം. വിഷ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. പിന്നെ ഈ ബർത്ത്ഡേക്ക് എനിക്ക് സ്പെഷ്യൽ പ്രസന്റ് വേണം. എന്ത്? എന്നെ പൊക്കണം. പൊക്കേ? അതെ, അച്ഛനെയും ഫാദറിനെയും വെട്ടിച്ച് നമുക്കൊന്ന് മുങ്ങണം. ബർത്ത്ഡേ ദിവസം മുഴുവൻ എനിക്ക് നിന്റെ കൂടെ ചെലവഴിക്കണം. നമുക്ക് എവിടെയെങ്കിലും പോവാന്നേ. അയ്യോ, അതൊന്നും വേണ്ടെന്നേ. എവിടെയെങ്കിലും പോകാനാണെങ്കിലേ നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പൊക്കൂടെ? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നതിൽ എന്താ ത്രില്ലുള്ളത്? കല്യാണം കഴിക്കാതെ പോണം, കാമുകി കാമുകന്മാരായിട്ട്. നിന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ? അങ്ങനെയൊക്കെ ചോദിച്ചാ നമ്മൾ പോകുന്ന കാര്യം ഫാദറോ മൈഥിലി മാമൊക്കെ അറിഞ്ഞാ നാണക്കേടല്ലേ? എന്നാ വേണ്ട, നീ ബർത്ത്ഡേക്ക് എന്നെ വിഷ് ചെയ്യുക പോലും വേണ്ട. എടോ, ഞാനൊന്ന് പറയുന്ന കേക്ക്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു കാമുകി കാമുകനോട് എന്നെ പൊക്കാമോ എന്ന് ചോദിച്ച് ഇത്രയും നിർബന്ധിക്കുന്നത്. നീ ഇങ്ങനത്തെ ഒരുത്തനായി പോയല്ലോടാ. എന്നാ ശരി. എന്ത് ശരി? ആ, പൊക്കാം. ഷുവർ അല്ലേ? ഷുവർ. എന്നാ ഓക്കെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം നമ്മൾ പൊളിക്കും. എന്താണ് അവിടെ? വരുന്നു ഫാദർ. വെള്ളം കുടിച്ചതാ. ആ, ഞങ്ങളെ വെള്ളം കുടിപ്പിക്കാതിരുന്നാ കൊള്ളാം. അല്ല രംഗനാഥ? അച്ഛനിരിക്കെ. സാരംഗിന്റെ അച്ഛനും അമ്മയും എന്നെ വിളിച്ചിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കറിയാവുന്ന സാരംഗ് ഒരു തെറ്റും ചെയ്യില്ല, അത് 100% ഉറപ്പാ. അച്ഛൻ ഇപ്പൊ വന്നിരിക്കുന്നത് മോനെ ചോദ്യം ചെയ്യാനൊന്നുമല്ല. അവളുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റ് എന്താണെന്ന് പറഞ്ഞ അച്ഛനത് അവളോട് സംസാരിക്കാം, അവളെ പറഞ്ഞ് തിരുത്താം. ഞാൻ അവളുടെ കൂടെയാണ് വന്നത്. പക്ഷെ അവൾ പറഞ്ഞതൊന്നും ഞാൻ ചെവിക്കൊണ്ടില്ല. എനിക്കത് കേൾക്കേണ്ട കാര്യവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മോന്റെ മനസ്സിൽ എന്ത് തോന്നി എന്നത് മാത്രമാണ് പ്രശ്നം. അച്ഛനോട് തുറന്നു പറ. ഐ എം സോറി അച്ഛാ. പറയാൻ കഴിയുമായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാനത് പറയുമായിരുന്നു. പറയാൻ പറ്റാത്ത ഒരു കാര്യമോ അതോ പറയാൻ പേടിക്കുന്ന ഒരു കാര്യമോ? ഇനി അതല്ല, പറയാൻ അറപ്പ് തോന്നുന്ന വല്ല കാര്യമാണോ? എന്താ അത്? ചോദ്യങ്ങൾ ആവർത്തിച്ചതുകൊണ്ട് ഉത്തരം പ്രതീക്ഷിക്കണ്ട. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാ എല്ലാം കഴിഞ്ഞു എന്നാണോ? എന്റെ മോളെ വേണ്ടാന്ന് വെച്ചതിൽ ഒരു മാറ്റവും ഇല്ലെന്നാണ്? ഉണ്ടാവില്ല, ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് നീ മാത്രം പറഞ്ഞാൽ മതിയോ? എത്ര നാളായി നീ ഈ നാടകം കളിക്കുന്നു? പറയാനുള്ളത് തുറന്നു പറയണം. എന്താ അച്ഛാ? ഞാനും സാരംഗും കൂടി സംസാരിക്കുക, അതിനിടയിൽ നിന്റെ ആവശ്യമില്ല. പോ. അച്ഛാ, പോവാനല്ലേ നിന്നോട് പറഞ്ഞത്? ചെല്ലേ. സോറി, മോനച്ഛനോട് ക്ഷമിക്കണം. പെട്ടെന്ന് മോന്റെ വായിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോ അച്ഛൻ്റെ ശബ്ദം കൂടിപ്പോയി. തെറ്റാണ്, പൂർണ്ണമായും തെറ്റാണ്.